ഗൂഗിൾ പേ UPI ട്രാൻസാക്ഷൻ പിൻ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ? നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ പഴയ പിൻ നമ്പർ ഓർമ്മ വേണം. പഴയ UPI ട്രാൻസാക്ഷൻ പിൻ നമ്പർ നമ്മൾ മറന്നുപോയി. എന്ത് ചെയ്യും? പുതിയ ഒരു നമ്പർ എങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാം? അതും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിവിടെ അതിനായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ഇടതുവശത്ത് ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ കാനറ ബാങ്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഏത് ബാങ്കാണ് അതിവിടെ കാണും. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചേഞ്ച് UPI പിൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പഴയ UPI പിൻ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ പഴയ UPI പിൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇനി പുതിയ UPI പിൻ നമ്പർ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഏതാണോ ഓർമ്മയുള്ള ആ ഒരു പുതിയ UPI പിൻ നമ്പർ അതിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നിങ്ങൾ കൺഫേം പിൻ അതേ പിൻ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ടിക്ക് മാർക്ക് കാണാം. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം UPI പിൻ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. പിൻ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പിൻ നമ്പർ മറന്നുപോയി എങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം? അത് നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ഇവിടെ തന്നെ താഴെ ഫോർഗെറ്റ് UPI പിൻ എന്ന ഓപ്ഷനുണ്ട്. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 ഡിജിറ്റ് നമ്പർ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ താഴെ ഡേറ്റ് ഓഫ് എക്സ്പീരിറ്റി നിങ്ങളുടെ ആ ഒരു ATM കാർഡ് എപ്പോഴാണ് കഴിയുന്നത് അതിൻ്റെ എക്സ്പീരിറ്റി ഡേറ്റ് കൂടി കൊടുക്കണം. കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി SPT ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് SBT ആണെങ്കിൽ അതിൽ 2 ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് കാർഡ് ATM കാർഡ് നമ്പർ മാത്രമല്ല ആധാർ കാർഡിൻ്റെ നമ്പറും കൂടി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ കാനറ ബാങ്കിൽ ഈ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ATMൻ്റെ അവസാനത്തെ 6 അക്ക ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എക്സ്പീരിറ്റി ഡേറ്റും കൂടി കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ആ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മൊബൈലിലേക്ക് ഒരു OTP വരും. OTP വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ആഡ് ആകും. ഇവിടെ ടിക്ക് മാർക്ക് മാത്രം കൊടുത്താൽ മതി. ഇനി അങ്ങനെ ആഡ് ആയിട്ടില്ലെങ്കിൽ ആ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ ഏത് നമ്പറാണ് വേണ്ടത് അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റർ കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫേം ആകുന്നതായിരിക്കും. നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ബാങ്കിൽ നിന്നും വരുന്നതും ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ അതേ നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇവിടെ കാണിച്ചു തരികയും ചെയ്യും. ഇതുപോലെ ഗൂഗിൾ പേയുടെ UPI ട്രാൻസാക്ഷൻ പിൻ നമ്പർ മറന്നു പോയവരാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.